നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വുള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ റബ്ബർ വില 13/3/2025 രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടി. സ്വർണം കുരുമുളക് വിലയും വർദ്ധിച്ചു. ലാറ്റക്സ് വില കൂടി. വിദേശത്തും കൂടിയിരിക്കുന്നു. ഇന്നത്തെ റബ്ബർ വില അതായത് കോട്ടയം ആർഎസ്എസ് 4 195 രൂപ 50 പൈസയും RSS 5 191 രൂപ 50 പൈസയും ISNL 180 രൂപ. ലാറ്റക്സ് 60% 134 രൂപ 20 പൈസയും. അതാണ് ഇന്നത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 195 രൂപ 50 പൈസയും RSS 5 191 50 പൈസയും. അതാണ് കൊച്ചി വില. മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് 186 ലോട്ട് 175 മുതൽ 180 രൂപയാണ് ഇങ്ങനെ പോകുന്നത്. RSS 4-ഉം 5-ഉം 50 പൈസയാണ് കൂടിയത് ഓരോ കിലോയുടെ പുറത്ത്. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോയുടെ പുറത്ത് 133ഉം 60% DRC ഉള്ള ഒട്ടുപാൽ കിലോയുടെ പുറത്ത് 99 രൂപയാണ് പോകുന്നത്. വിദേശത്ത് RSS 4-ഉം 5-ഉം 80 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ RSS 4 187 രൂപയും RSS 5 183 രൂപ 50 പൈസയും. ഒട്ടുപാൽ 70% DRCയിൽ 115 മുതൽ 125 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 4-ഉം 5-ഉം 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. ISNL 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കുരുമുളക് 600 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. കുരുമുളക് ഗാർബിൾഡ് 699ഉം പുതിയത് 669ഉം അൺഗാർബിൾഡ് 679 രൂപയാണ്. അങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു പവൻ്റെ മുകളിൽ 400 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8065. ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 64,520 രൂപയും. 24 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8798ഉം. ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 70,384 രൂപയുമാണ് ഓടുന്നത്. സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കുവാൻ ശ്രമിക്കുക. കടയിൽ ചെന്ന് സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണ പണിക്കൂലി ഉൾപ്പെടെ അവർ വാങ്ങിക്കുന്നതായിരിക്കും. ഈ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കുമ്പോൾ തേങ്ങ പച്ച 58ഉം മുട്ടത്തേങ്ങ ചകിരിയില്ലാത്തത് ഇനി 80 രൂപയാണ്. അതും ഇനി വില വർദ്ധിക്കാൻ പോവുകയാണെന്നാണ് കേട്ടത്. അതേസമയം വെളിച്ചെണ്ണ 1 ലിറ്ററിന് 300 രൂപയാണ് ഇപ്പോൾ മില്ലിലെ വെളിച്ചെണ്ണ ഓടുന്നത്. ദിവസം തോറും തേങ്ങയുടെ ലഭ്യത കുറഞ്ഞു വരികയാണ്. അതിനനുസരിച്ച് ഇനി വില കൂടുവാൻ പോവുകയാണ് തേങ്ങ. ഇത്രയും സമയം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.